നമസ്കാരം. ജനുവരി മാസം ആരംഭിച്ചിരിക്കുന്ന ഒരു സമയമാണ് ഇത്. ജനുവരി മാസത്തിൽ പല പുതിയ കാര്യങ്ങൾ ചെയ്യണം എന്നും ജീവിതത്തിൽ വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരണം എന്നും ആഗ്രഹിക്കുന്നവരും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുമാണ് ഏവരും. എന്നാൽ പലർക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശരിയായ രീതിയിൽ ചെയ്യുവാൻ സാധിക്കണം എന്നില്ല. അത് അവരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ദോഷഫലങ്ങൾ മൂലമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ ചില നക്ഷത്രക്കാരുടെ ഫലം പരിശോധിക്കുമ്പോൾ ജനുവരി മാസത്തിൽ അവർക്ക് കഷ്ടതകളും ദുരിതങ്ങളും വന്ന് ചേരുന്നു എന്ന് തന്നെ പറയാം. വളരെയധികം സാധ്യത, ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സാധ്യത വളരെ കൂടുതലാകുന്നു. ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. എന്നാൽ ഇവർ ചില പരിഹാരങ്ങൾ ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. ഈ പരിഹാരങ്ങൾ ചെയ്യുന്നതിലൂടെ അവരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ഈ ദുരിതങ്ങളും കഷ്ടതകളും ഒഴിവാക്കുവാൻ അവർക്ക് സാധിക്കുകയും ചെയ്യുന്നതാകുന്നു. ആ പരിഹാരങ്ങളെക്കുറിച്ചും ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. തിങ്കളാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ശിവപൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി രേഖപ്പെടുത്തുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ നക്ഷത്രമായി പറയുന്നത് ഭരണി നക്ഷത്രമാകുന്നു. ഭരണി നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 9ാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ ഉള്ളതിനാൽ കൃത്യനിർവഹണത്തിൽ തടസ്സങ്ങൾ വരാം. അതിനാൽ പല കാര്യങ്ങളെയും അത് ബാധിക്കും. നിങ്ങളുടെ ജീവിതത്തിലെ പല കാര്യങ്ങൾക്കും തടസ്സങ്ങൾ വന്നു ചേരുന്നതിന് കാരണമായി തീരും എന്ന് തന്നെ പറയാം. പല കാര്യങ്ങളിലും ഉന്മേഷം ഇല്ലാത്ത, പ്രവർത്തിക്കുവാൻ ഊർജമില്ലാത്ത ഒരു അവസ്ഥ നിങ്ങളിൽ വന്നു ചേരും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ദോഷം ചെയ്യും എന്ന കാര്യം ഓർത്തിരിക്കുക. അകാരണമായ ചില ദൗത്യങ്ങൾ അത് പിന്നീട് മാറ്റിവെക്കുന്ന അവസരങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളും അതാത് ദിവസം ചെയ്തു തീർക്കുവാൻ, ആ സമയത്ത് ചെയ്തു തീർക്കുവാൻ സാധിക്കാത്ത അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. അത് നിങ്ങൾക്ക് വളരെയധികം ദോഷം ചെയ്യും എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒന്ന് തന്നെയാകുന്നു. സാമ്പത്തികപരമായി നേട്ടങ്ങൾ വന്നു ചേരുന്നു എന്ന് പറയുവാൻ സാധിക്കുന്നതല്ല. അതിനാൽ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ക്ലേശങ്ങൾക്ക് ഈ മാസം സാധ്യത അല്പം കൂടുതലാകുന്നു. പിതാവിന്റെ ആരോഗ്യ കാര്യത്തിൽ പ്രത്യേകിച്ചും ജനുവരി മാസത്തിൽ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതാകുന്നു. വളരെയധികം നേട്ടങ്ങൾക്ക് സാധ്യത ഉണ്ടായിരുന്നു എങ്കിലും അത്തരം കാര്യങ്ങൾ ജനുവരി മാസത്തിൽ ഒഴിഞ്ഞു പോകുന്ന അവസ്ഥയാണ് നിങ്ങൾക്കുള്ളത്. മികച്ച അവസരങ്ങൾ പോലും വന്നെത്താത്ത അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകുന്നതാണ്. യാത്രകൾ കൊണ്ട് പോലും അല്ലെങ്കിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. കുടുംബകലഹം, അതേപോലെ തന്നെ മനസ്സിന് സന്തോഷമില്ലാത്ത അവസ്ഥ, മനക്ലേശങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും. പലരുമായി അനൈക്യം പോലും ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഇത്. അതിനാൽ തീർച്ചയായും ഭരണി നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യം തീർച്ചയായും ചെയ്യേണ്ടതാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന ഏറ്റവും ദുർഘടമായ ഒരു മാസം തന്നെയാണ് ജനുവരി മാസം എന്ന് പറയാം. അതിനാൽ പുതുവർഷത്തിലെ ഈ ആദ്യ മാസം നിങ്ങൾ വളരെ കരുതലോടെ തന്നെ മുന്നോട്ട് പോവുക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ആലസ്യം വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഇത്. അതിനാൽ പഠനവുമായി ബന്ധപ്പെട്ടും വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തണം എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു. ഏത് കാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക എന്ന കാര്യവും പ്രത്യേകം ഓർത്തിരിക്കുക. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് രോഹിണി നക്ഷത്രമാകുന്നു. രോഹിണി നക്ഷത്രക്കാർ 2024 എന്ന ഈ പുതുവർഷത്തിലെ ആദ്യ മാസമായ ജനുവരി മാസം വളരെയധികം ശ്രദ്ധയോടെ നോക്കി കാണേണ്ട ഒരു മാസമാകുന്നു. വളരെയധികം ശ്രദ്ധ പുലർത്തണം എന്ന് തന്നെ പറയാം. കാരണം ഒരു വ്യക്തിക്ക് ഏറ്റവും അനിവാര്യമായ ഘടകങ്ങളിൽ ഒന്ന് ആത്മവിശ്വാസമാകുന്നു. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയാൽ മാത്രമേ പല കാര്യങ്ങളും ശരിയായ രീതിയിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാൻ സാധിക്കൂ. എന്നാൽ ആത്മവിശ്വാസം കാര്യമായി തന്നെ ബാധിക്കുന്ന ഒരു സമയമാണ് ഇത്. ആത്മവിശ്വാസം ബാധിക്കപ്പെടാം. അതിനാൽ പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കാത്ത അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകുന്നതുമാണ്. പ്രയോജനരഹിതമായ, അതായത് നിങ്ങൾക്ക് പ്രയോജനം ലഭിക്കാത്ത ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും.
അത് നിങ്ങൾക്ക് സമയനഷ്ടവും ധനനഷ്ടവും വരുത്തിവെക്കും എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു. അതിനാൽ ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അത് തനിക്ക് അനുകൂലമായി തീരും എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടതാകുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഏറെ സമയം നിങ്ങൾ ചെലവഴിക്കുന്നതാകുന്നു. അതിനാൽ ശ്രദ്ധിക്കേണ്ട കാര്യം, മറ്റ് നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ സമയം ചെലവഴിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. സഹപ്രവർത്തകരുടെ, സുഹൃത്തുക്കളുടെ, അത്തരത്തിൽ പല വ്യക്തികളുടെയും നിസ്സഹകരണം നിങ്ങൾക്ക് വന്ന് ചേരുന്ന ഒരു സമയമാണ് ഇത്. സഹകരണം കുറയുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാകുന്നു. അതിനാൽ ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങൾക്ക് വിഷമങ്ങൾ നേരിടുവാനുള്ള സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സഹപ്രവർത്തകരുടെ സഹകരണം പല കാര്യങ്ങളിലും കുറയുന്നതിന് പോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഏകാഗ്രത നഷ്ടമാകുന്ന ഒരു സമയം കൂടിയാണ് ഇത്. അതിനാൽ പഠനത്തിൽ ആലസ്യം വന്നു ചേരുകയും പഠനത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കാത്ത അവസ്ഥ വിദ്യാർത്ഥികൾക്ക് വന്നു ചേരും. പഠനത്തിൽ താല്പര്യം അല്പം കുറയുന്ന ഒരു സമയമാണ് ഇത്. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു. കുടുംബ സ്വത്തുക്കൾ സംബന്ധിച്ച് തർക്കങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതയും അത് വ്യവഹാരത്തിലേക്ക് നീങ്ങുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു. അതിനാൽ തന്നെ ഈ സമയം മനസ്സമാധാനം നഷ്ടപ്പെടുകയും അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വന്ന് ചേരുകയും ചെയ്യും. അതിനാൽ ഈ സമയം വളരെ ശ്രദ്ധയോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക. ദാമ്പത്യ ജീവിതത്തിൽ കലഹങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. അതിനാൽ ഇത്തരം പ്രശ്നങ്ങൾ വരികയാണ് എങ്കിൽ രമ്യതയിൽ പരിഹരിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഏറ്റവും ശുഭകരമായ വർഷത്തിലെ ഏറ്റവും മോശമായ സമയമാണ് നിങ്ങൾക്ക് വന്ന് ചേർന്നിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ഈ സമയം നിങ്ങൾ ചെയ്യുന്ന ഏതൊരു പ്രവൃത്തിയും ശ്രദ്ധയോടെ ചെയ്തില്ല എങ്കിൽ അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കും എന്ന കാര്യവും തീർച്ച തന്നെയാകുന്നു. ധനനഷ്ടം, മാനഹാനി തുടങ്ങിയ കാര്യങ്ങൾക്കും വളരെയധികം സാധ്യത കൂടുതലാണ് എന്ന തിരിച്ചറിവും നിങ്ങൾക്ക് വേണ്ടതാകുന്നു. രോഹിണി നക്ഷത്രക്കാർ ഈ കാര്യങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കുക. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് പുണർദം നക്ഷത്രമാകുന്നു. പുണർദം നക്ഷത്രക്കാർക്ക് പ്രതീക്ഷിച്ച കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ വന്ന് ഭവിക്കാവുന്നതാണ്. കാര്യങ്ങൾ അനുകൂലമല്ല എന്ന കാര്യം മനസ്സിലാക്കുക. അതേപോലെ തന്നെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുക എളുപ്പമല്ല എന്ന് മനസ്സിലാകും. കുടുംബ പ്രശ്നങ്ങൾ വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. അതിനാൽ മാനസികമായ പ്രശ്നങ്ങൾ വന്നു ചേരാം. കൃത്യനിർവഹണത്തിലെ അഥവാ കർമ്മമേഖലയിൽ വരുന്ന ചെറിയ വീഴ്ചകൾ വളരെയധികം നഷ്ടങ്ങൾക്ക് അല്ലെങ്കിൽ പലരുടെയും അപ്രീതിക്ക് കാരണമാകാം. 11 വ്യാഴം സാമ്പത്തിക ഗുണത്തിന് കാരണമാകുന്നു എന്നത് ആശ്വാസം തന്നെയാകുന്നു. വിദേശയാത്രയ്ക്ക് സാധ്യത ഉണ്ട്. എന്നിരുന്നാലും വളരെയധികം തടസ്സങ്ങൾ വന്നു ചേരാം. ആത്മീയ കാര്യങ്ങളിൽ ഈ സമയം താല്പര്യം ഏറുന്നതാകുന്നു. അതിനാൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ഈ ദോഷങ്ങൾ ഒരു പരിധിവരെ ഒഴിഞ്ഞ് പോകുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾ മറക്കാതിരിക്കുക. അടുത്തുള്ള ഗ്രാമദേവതാ ക്ഷേത്രത്തിലും ഇഷ്ടദേവതാ ക്ഷേത്രത്തിലും ദർശനം നടത്തുകയും ഇഷ്ടദേവതാ മന്ത്രങ്ങൾ നിത്യവും ജപിക്കുവാൻ മറക്കാതിരിക്കുക. മറ്റൊരു നക്ഷത്രമായി പറയുന്നത് അത്തം നക്ഷത്രമാകുന്നു. അത്തം നക്ഷത്രക്കാർ ഈ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ശ്രദ്ധക്കുറവിനാൽ പല പ്രശ്നങ്ങളും ജീവിതത്തിൽ വന്നു ചേരാം. അനാരോഗ്യം ഈ മാസം വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഈ മാസം വന്നു ചേരാം. ദോഷകരമായ കൂട്ടുകെട്ടുകൾക്ക് സാധ്യത കൂടുതലാകുന്നു. കൂടാതെ നിലവിലെ സുഹൃത്തുക്കളിൽ നിന്നും വിരോധം വന്നു ചേരുവാനും സാധ്യത കൂടുതലാകുന്നു. സാമ്പത്തിക ബാധ്യത വന്നു ചേരാം. അല്ലെങ്കിൽ സാമ്പത്തികപരമായ ഉയർച്ച ഈ മാസം ലഭിക്കണം എന്നില്ല. വാഹനം ഉപയോഗിക്കുന്നവരാണ് എങ്കിൽ വളരെയധികം ജാഗ്രത പുലർത്തുക. വരുമാനത്തിൽ നേരിയ വർധനവ് ഉണ്ടാകും എങ്കിലും ചെലവ് വന്ന് ചേരാവുന്നതാകുന്നു. കൂടാതെ പല കാര്യങ്ങൾക്കായി പരിശ്രമങ്ങൾ നടത്തും എങ്കിലും അത് വിജയത്തിൽ കലാശിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. കുടുംബത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, തർക്കങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു. അതിനാൽ തീർച്ചയായും ഈ മാസം ഇഷ്ടദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഇഷ്ടദേവതാ മന്ത്രങ്ങൾ ജപിക്കുകയും ചെയ്യുന്നത് ഉത്തമമാകുന്നു. അടുത്തുള്ള ദേവീ ക്ഷേത്രത്തിൽ, പ്രത്യേകിച്ചും ഗ്രാമദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ കൂടി മറക്കാതിരിക്കുക.